ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാട്ടോ നമ്മുടെ അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളത്ത് നമ്മുടെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് അതുവഴി ആട്ടോ പോകുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഫുള്ള് അലങ്കരിച്ച് അതുപോലെ വിളക്കൊക്കെ കത്തിച്ച് നമ്മളിവിടെ വലിയ സ്വീകരണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മതസൗഹാർദ്ദ പരിപാടിയായിട്ടാണ് നമ്മളിവിടെ എല്ലാം ചെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഭയങ്കര ഇതിൽ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ ഒരു സൈഡിലോട്ട് ആദ്യമായിട്ടാണ് നമ്മൾ എഴുന്നള്ളത്ത് കൊണ്ടുവന്നത്. ഈ വർഷമാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലോട്ട് എഴുന്നള്ളത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ ആലിലേക്കൂടെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അതേണ്ട എല്ലാവരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരികളും സുന്ദരിമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മുടെ വീടിനവിടെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് ദേവിക്ക് കൊടുക്കാനുള്ള മാലയും അതുപോലെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് എല്ലാവരും വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പഞ്ചാരി മേളവും അതുപോലെ തന്നെ അമ്മൻകുടം, കൃഷ്ണനാട്ടം, അങ്ങനെ കുറേ അധികം പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്കാണെങ്കിൽ ഭയങ്കര മഴയൊക്കെ വന്ന് 7 മണിക്ക് വരേണ്ട ഘോഷയാത്ര ഒരു 8-8:30 ആയപ്പോഴാണ് നമ്മുടെ പടിക്കലെത്തിയത്. അത്രയും നേരം മഴ പെയ്ത കാരണം ഭയങ്കര ഇതായിരുന്നു. ഇതിനിടയ്ക്കാണെങ്കിൽ കറണ്ട് പോയ കാരണം പകുതി വിഷ്വൽസും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. വെച്ചാൽ ദീപത്തിൻ്റെയൊക്കെ വെട്ടം ഉള്ളതുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. പിന്നെ നമ്മളിവിടെ ദീപക്കാഴ്ചയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എതിരേൽപ്പ് വരുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ ദേവിയെ സ്വീകരിച്ച് ദേവിയൊക്കെ വന്ന് നമുക്കെല്ലാവർക്കും അനുഗ്രഹമൊക്കെ തന്ന് ദേവി നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നി കേട്ടോ. നമ്മുടെ അതുവഴിയൊക്കെ വീടിന് അതുവഴി ദേവി വന്നാണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഈ പ്രാവശ്യം വയ്യാഞ്ഞ കാരണം ദേവിയെ കാണാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ വീടിന് അതുവഴി പോയ കാരണം ജനലിൽ കൂടെ എൻ്റെ അമ്മയ്ക്ക് ദേവിയെ കാണാനും സാധിച്ചു. അപ്പോൾ അത് നമുക്ക് ഭയങ്കര വലിയൊരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ താലപ്പൊലിയൊക്കെ വെച്ച് ചേച്ചിമാരും കുഞ്ഞനീത്തിമാരും എല്ലാവരും ദേവിയെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഭയങ്കര പരിപാടിയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ വട്ടം നടന്ന് കിട്ടി ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അവിടെ രാത്രി പോയി ഡാൻസ് കളിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിപ്രാവശ്യം എന്തുവായാലും എല്ലാവരും കൂടി എനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ ദേവി വന്നാണ് കേട്ടോ. ഇത് ദേവി വന്ന് നമ്മൾ വെച്ചിരുന്ന മാലയും പൂവും എല്ലാം ദേവിക്ക് കൊടുത്തു. അങ്ങനെ അമ്മയാണെങ്കിൽ ജനലിൽ കൂടെ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അമ്മയുടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ തിരുമേനി നമുക്ക് പ്രസാദമൊക്കെ തന്ന് അവർ പൂവും അതുപോലെ എല്ലാം എടുത്ത് അവരും പോയി കേട്ടോ. ഇതിൻ്റെ പുറകെ നമ്മൾ കുറച്ച് ദൂരമൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് നിന്ന് കുറേ കഴിഞ്ഞ് അവരും അമ്പലത്തിലേക്ക് പയ്യപ്പോയി. കാര്യം വെച്ചാൽ അപ്പം തന്നെ സമയം ഒരുപാട് ലേറ്റായിരുന്നു. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഗാനമേളയൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞ് അതിന് ലേറ്റായി. അങ്ങനെ എല്ലാവരും ഗാനമേളയ്ക്ക് വേണ്ടി അമ്പലത്തിൽ പോയി. ബാക്കി വീഡിയോ അടുത്ത